Brief description about the course microcontrollers, the minor course for KTU S4 that is provided by the Department of Electronics and Communication Engineering. The course in the പേര് microcontrollers and the course code is ECT 282. It belongs to the basket 2 of the minor that is VLSI and embedded systems. അപ്പോൾ ഈ സെമ്മിൽ കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ അനലോഗ് സർക്യൂട്ട്സ് പഠിച്ചു, ആൻഡ് ദിസ് സെം യു ഹാവ് മൈക്രോ കൺട്രോളേഴ്സ്. ഈ മൈക്രോ കൺട്രോളേഴ്സ് വെച്ച് യു ലേൺ അബൌട്ട് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്, എങ്ങനെയാണ് ഒരു മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്ത്, ആൻഡ് വി വിൽ സി ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം സാധിക്കുമെങ്കിൽ ഈ ഒരു കോഴ്സിൽ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് യു നീഡ് എ കോഴ്സ് പ്രോജക്റ്റ്, പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ യു വിൽ ബി മോർ ക്ലിയർ വിത്ത് ദ തിങ്സ്. പിന്നെ അടുത്ത സെമ്മിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഈ മൈക്രോ കൺട്രോളേഴ്സ് പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അപ്പോൾ ഇതിന് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങും ഇതിൻ്റെ അതിൻ്റെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് ഒക്കെയാണ്, എംബഡഡ് സി പ്രോഗ്രാമിംഗ് ഒക്കെയാണ് നമ്മളിനി നെക്സ്റ്റ് സെമ്മിൽ പഠിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ദ VLSI, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് തിയറി ഇൻ ദ മൈനർ കോഴ്സ്. അപ്പോൾ നിങ്ങൾ ഓൾ ടുഗദർ 4 കോഴ്സസ് പഠിച്ചാൽ മതി. ഒന്ന് S3 അനലോഗ് സർക്യൂട്ട്സ്, S4 മൈക്രോ കൺട്രോളേഴ്സ്, S5 എംബഡഡ് സിസ്റ്റം ആൻഡ് S6 VLSI സർക്യൂട്ട്സ്. അപ്പോൾ ഈ 4 കോഴ്സ് കഴിഞ്ഞ് പിന്നത്തെ അപ്പോൾ ഐ ക്യാൻ സേ ദാറ്റ് നിങ്ങൾ ഓൾമോസ്റ്റ് മൈനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആകെയുള്ളതൊരു പ്രോജക്റ്റാണ്. യു ക്യാൻ ഫിനിഷ് ദ മൈനർ കോഴ്സ് വിത്ത് എ പ്രോജക്റ്റ്. പിന്നത്തെ സെമ്മിലുള്ളത് പ്രോജക്റ്റ് മാത്രം. അപ്പോൾ തുടക്കത്തിൽ ആവേശത്തോടെ എടുക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 4 കോഴ്സ് മാത്രം പഠിച്ചാൽ മതി. അത് ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ്, ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ അത് കംപ്ലീറ്റ് ചെയ്ത് പോകാനുള്ള ആ ഒരു പെർസിവറൻസ് കാണിക്കുക. സോ ഓവർ ടു ദ കോഴ്സ്. അപ്പോൾ ഐ ടോൾഡ് യു ദിസ് ഈസ് അവർ course microcontrollers എന്നാണ് കോഴ്സ് നെയിം. യു ക്യാൻ സി ഇറ്റ് ഇസ് microcontrollers. ആ കോഴ്സ് കോഡ് ECT 282 ആണ്. ആൻഡ് ദ കാറ്റഗറി ഓഫ് ദ കോഴ്സ് ഇസ് മൈനർ. ചിലപ്പോൾ നിങ്ങൾ കാറ്റഗറി നോക്കുമ്പോൾ കാണാം PCC അല്ലെങ്കിൽ EST അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഓരോന്നിനും ഓരോ കാറ്റഗറി, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് കോഴ്സസ് ആർ പുട്ട് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറി. ഇത് മൈനർ ആണ്. അപ്പോൾ PCC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രോഗ്രാം കോർ കോഴ്സ്. അതായത് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു BTech ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ കോർ കോഴ്സ് ആണെങ്കിൽ PCC എന്ന് കാണിക്കും. EST ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസസ് തിയറി എന്നുള്ള ഒരു കോഴ്സാണ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് HMC എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് മാനേജ്മെൻറ്റ് കോഴ്സസ് ആണ്. അങ്ങനെ യു ഹാവ് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് കോഴ്സസ്. അപ്പോൾ ഇത് നമ്മുടെ ECT 282 comes under the minor category. അപ്പോൾ we just need only 1 lecture and 3 lectures and 1 tutorial, and the credit for the course is 4. അപ്പം ആഴ്ചയിൽ 3 hour lecture and 1 hour tutorial ആണ്. So you can see we start with the microcontroller. This course aims at getting the microcontroller based system design and interfacing techniques. മൈക്രോകൺട്രോളർ വെച്ചൊരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശം. അപ്പം ആക്ച്വലി ഇതിൽ പ്രീ റിക്വസിറ്റ് നെല്ലെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും യു ഷുഡ് ഹാവ് എ ബേസിക് ഐഡിയ അബൌട്ട് ദ ലോജിക് ഡിസൈൻ. ഇൻ ദ സെൻസ് നിങ്ങൾ ഓർ ബൈനറി അരിത്മെറ്റിക് ഒക്കെ ആയിട്ട് ഉള്ള പരിചയം വേണം. മോസ്റ്റ് ഓഫ് യു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച എല്ലാവർക്കും അറിയാം, C പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം അല്ലേ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, പിന്നെ ബൈനറി ബാക്ക് ടു ഡെസിമൽ കൺവേർഷൻ, ഹെക്സാ ഡെസിമൽ കൺവേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. നൗ കമ്മിങ് ടു ദ കോഴ്സ് ഔട്ട്കംസ്. അതായത് ഈ ഒരു കോഴ്സ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ what all outcome or what all are you able to achieve? ആദ്യത്തെ CO1 നോക്കിക്കേ, എല്ലാം K2 K3 ലെവൽ കോഴ്സ് ഔട്ട്കംസ് ആണ്. സംതിങ് ലൈക്ക് അപ്ലൈ വരെയുള്ള ഒരു ലെവൽസ്.
you can have remember, understand and apply in the Bloom's category. അപ്പോൾ അതിലെ ഒരു application level വരെ വരുന്നുള്ളൂ. അതിലും മേലേക്ക് പോകുന്നില്ല, evaluation കാര്യങ്ങളൊന്നുമില്ല. Now coming to the CO1, ആദ്യത്തെ CO1 നോക്കുക. Explain the building blocks of a typical microcontroller system അല്ലെങ്കിൽ ഒരു മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ആ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ദാറ്റ് കംസ് അണ്ടർ കോഴ്സ് ഔട്ട്കം 1. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും കാര്യങ്ങളും പഠിക്കും. ആൻഡ് ദെൻ മൈക്രോ കൺട്രോളറിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം, ഓൾ ദോസ് തിങ്സ്. ഇനി CO2ലാണെങ്കിൽ what you have is the familiarize the instruction set of 8051 and perform the assembly language programming. അപ്പോൾ basics of assembly language programming you will be dealing with. അപ്പോൾ ആ ഒരു സെക്കൻഡ് മോഡ്യൂൾ കഴിഞ്ഞ് ഒരു തേർഡ് മോഡ്യൂളൊക്കെ ആകുമ്പോഴേക്കും you will be learning how to program a microcontroller in a microcontroller. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് സോഫ്റ്റ്വെയർ, ഐ മീൻ ഇൻ ദ സെൻസ് കീൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വെച്ചാണ് നമ്മൾ ആ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഇൻസ്റ്റാൾ ദ കീൽ. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാനൊരു സെക്കൻഡ് മോഡ്യൂൾ ആകുമ്പോഴേക്കും തരാം. And then you have CO3 that is about interfacing the various peripheral devices to microcontrollers using assembly അല്ലെങ്കിൽ C programming. അപ്പോൾ അസംബ്ലി ഇൻ്റർഫേസ് ചെയ്യുക, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്തു, കീയിൽ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടു, അത് മാത്രം ആ പ്രോഗ്രാം ഔട്ട്പുട്ട് കിട്ടിയ ആ പ്രോഗ്രാം നമ്മൾ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് ഡംപ് ചെയ്യണം. അപ്പോൾ ഡംപ് ചെയ്താൽ you can see how it is executed. അപ്പോൾ ആ ഒരു ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. That is done by interfacing with the peripheral devices. അപ്പോൾ in case നമുക്ക് അതിനുള്ള സമയം കിട്ടുവാണെങ്കിൽ we can see it in the lab. ആക്ച്വലി മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ S4 EC സ്റ്റുഡൻസ് അവരുടെ ഒരു കോർ കോഴ്സായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റാണ്. ആൻഡ് ദേ ഓൾസോ ഹാവ് ദ ലാബ് ഫോർ ദ സെയിം. അപ്പം ആ ഒരു ലാബിൻ്റെ അപ്പം ഓൾമോസ്റ്റ് ഓൾ ദീസ് ടോപ്പിക്സ് നിങ്ങൾ ഈ മൈനർ കോഴ്സിൽ പഠിക്കുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്കും ഉള്ളത്. സോ ഇഫ് യു ഹാവ് ടൈം യു ക്യാൻ ജോയിൻ ദം. അപ്പോൾ അവർ വർക്ക്ഷോപ്പ് ലാബിൽ എങ്ങനെയാണ് അത് ചെയ്യണമെന്നൊക്കെ കാണാൻ പറ്റും. യു ക്യാൻ ഓൾസോ ജോയിൻ ദം. And CO4 is realization of external communication interface to the microcontroller. And also CO5 നമ്മൾ ഇതിനകത്ത് we will see some IoT based applications based on microcontroller boards, based boards, embedded boardsലുള്ള ഒരു അത്തരം ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് സിലബസിൽ കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്. we will see all those things. പിന്നെയുള്ളത് CO5ൽ ഫെമിലറൈസ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് റിസ്ക് പ്രോസസ്സേഴ്സ് ആൻഡ് ആം മൈക്രോ കൺട്രോളേഴ്സ്. അപ്പോൾ ആം കൺട്രോളേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ ദാറ്റ്സ് ഓൾ വാട്ട് യു ഹാവ് ഇൻ ദ ഡിഫറെൻറ്റ് കോഴ്സ് ഔട്ട്കംസ്. അപ്പോൾ യു ക്യാൻ സീ ദ മാപ്പിംഗ് ഓഫ് കോഴ്സ് ഔട്ട്കംസ് വിത്ത് ദ പ്രോഗ്രാം ഔട്ട്കംസ്. ഓരോ ഇതും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഓൾ ഡു യു അച്ചീവ് ഇൻ ദ പ്രോഗ്രാം ഔട്ട്കം ഓൾസോ, അതും കൂടെ കാണാം. ഇപ്പോൾ CO1 എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ഔട്ട്കം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ പ്രോഗ്രാമിന് അതുകൊണ്ട് എന്തൊക്കെ ഔട്ട്കം കിട്ടി, എന്തൊക്കെ ബെനിഫിറ്റ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അതിൽ അച്ചീവ് ചെയ്തു. ഓൾ ദോസ് മാപ്പിംഗ് ഈസ് ഡൺ. ഇനി അസസ്മെൻറ്റ് പാറ്റേൺ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബ്ലൂംസ് കാറ്റഗറി K3 ലെവൽ വരെ ഉള്ളൂ നമ്മുടെ ഈ ഒരു മൈക്രോ കൺട്രോളർ. അപ്പോൾ അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ക്രിയേറ്റ് ഒക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾ റിലേറ്റഡ് ടു പ്രോജക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ വരുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ ഒക്കെ ഉള്ളത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിക്കുക, ആൻഡ് സെക്കൻഡ് മോഡ്യൂളിൽ മൈക്രോ കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക. ഓൾ ദോസ് ആർ ഓൾ സംതിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ മൂന്നാമത്തെ ലെവൽ വരുന്നതാണ് ആപ്ലിക്കേഷൻ ലെവൽ വരുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴാണ്. യു ഹാവ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്, അതിൻ്റെ ബേസിക്സ് ഒക്കെ തേർഡ് മോഡ്യൂളിൽ പഠിക്കുമ്പോഴാണ് യു ഗോ ഇൻ ടു ദാറ്റ് K3 ലെവൽ. അപ്പോൾ എക്സാമിന് വരുമ്പോൾ എല്ലാ എക്സാമിനും യു ഹാവ് ദിസ് ഈ 3 ലെവൽസിൽ നിന്നും മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റേർണലിൽ തന്നെ യു വിൽ ഹാവ് സം സോർട്ട് ഓഫ് പ്രോഗ്രാമിംഗ് ടു ഡു. അപ്പം അപ്പോൾ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ, ദാറ്റ് ഇസ് ഫോർ 50 മാർക്സ്, എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ ഇസ് ഫോർ 100 മാർക്സ്.
അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾ കണ്ടല്ലോ, ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബട്ട് ഐ ഗെസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. ഐ മീൻ എല്ലാം പ്രോഗ്രാമിംഗ് ഒന്നും അല്ലായിരുന്നു. യു ഹാവ് സം ഓക്കെ, ഫിഫ്ത്ത് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളിലും യു ഹാവ് സം സോർട്ട് ഓഫ് പ്രോഗ്രാമിംഗ്. അത് പക്ഷേ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്, IoT ബേസ്ഡ് സോളാർ ട്രാക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇന്നതുപോലെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. സോ യു ക്യാൻ അത് നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അത്തരം ആപ്ലിക്കേഷൻസ്. ഇൻ കേസ് പ്രോഗ്രാമിംഗ് കുറച്ച് ടഫാണെന്ന് തോന്നുന്ന സ്റ്റുഡൻസിന് അത് നേരത്തെ നോക്കി പഠിച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഐ മീൻ നിങ്ങളുടെ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നോക്കി ചെയ്ത് സ്വന്തമായിട്ട് പ്രോഗ്രാം എഴുതണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് തേർഡ് മോഡ്യൂളിൽ മാത്രമാണ്. Now coming to the mark distribution, total marks 150 ആണ്, like any other subject. Continuous internal evaluation is 50 marks and end semester examination is for 100 marks. Coming to the in continuous assessment, you have the attendance, that is for 10 marks. പിന്നെ 2 internal test ഉണ്ടാവും, that is for 25 marks each, അതിൻ്റെ ആവറേജ് എടുക്കും. And then you have the assignment or quiz, അല്ലെങ്കിൽ ഒരു കോഴ്സ് പ്രോജക്റ്റ് ഉണ്ടാവും. അസൈൻമെൻറ്റ് ഒരെണ്ണം അസൈൻമെൻറ്റും ഒരെണ്ണം ക്വിസുമായിട്ട് നടത്താനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഡിപ്പെൻസ്, കോഴ്സ് പ്രോജക്റ്റായിട്ട് ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല. ഓർ എൽസ് യു ക്യാൻ ചൂസ്. അസൈൻമെൻ്റ് ആയിട്ട് എഴുതാനാണെങ്കിൽ ഐ ക്യാൻ ഗീവ് യു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ യു ക്യാൻ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. ക്വിസ് ആണെങ്കിൽ യു ക്യാൻ ഹാവ് ഇറ്റ് ഓൺലൈൻ. കോഴ്സ് പ്രോജക്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു IoT ബേസ്ഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഈ സിലബസിലുള്ള ഏതെങ്കിലും ഒരു IoT ബേസ്ഡ് ആപ്ലിക്കേഷൻ കെപ്പിട്ടാണ്. അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ കമ്മിങ് സെമസ്റ്റർ ഓൾസോ. അപ്പോൾ എംബഡഡ് സിസ്റ്റംസ് മൈനർ വരുമ്പോൾ S5 വരുമ്പോൾ ഈ കോഴ്സ് പ്രോജക്റ്റ് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് എന്തായാലും കോഴ്സ് പ്രോജക്റ്റ് ഒരു അസൈൻമെൻ്റ് ആയിട്ട് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ നേരത്തെ തന്നെ ചെയ്തു തുടങ്ങിയാൽ യു ഗെറ്റ് എൻ ഐഡിയ. Now coming to the syllabus. അപ്പം ഫസ്റ്റ് മോഡ്യൂൾ കണ്ടോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, ആൻഡ് യു ഹാവ് ദ CPU, വിച്ച് കൺസിസ്റ്റ് ഓഫ് ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. വാട്ട് ഓൾ തിങ്സ് ദാറ്റ് യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ സിയിൽ, പ്രോഗ്രാമിംഗ് ഇൻ സി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതിലൊക്കെ പഠിച്ച സംഭവങ്ങളായിരിക്കും ഇതൊക്കെ. And then you have the difference between von Neumann and Harvard architecture. പിന്നെ പ്രോസസ്സർ ആർക്കിടെക്ചർ, പ്രോസസ്സറിൻ്റെ ഒരു ജനറൽ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സസ്, രജിസ്റ്റർ സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പഠിക്കാനുള്ളത്. ആൻഡ് ഓൾസോ ദി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഈ ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ സ്കൂളിൽ തന്നെ പഠിച്ച കാര്യങ്ങളായിരിക്കും. ഓക്കെ, ആൻഡ് ഇൻ മൊഡ്യൂൾ 2 യു ഹാവ് 8051 ആർക്കിടെക്ചർ. അപ്പം ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം. പിൻ ഔട്ട് ഓഫ് ദ 8051 IC പഠിക്കണം. 40 പിന്നുള്ള IC ആണ്, അതിൻ്റെ പിന്നോട്ട് പഠിക്കണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ. ആൻഡ് ദെൻ യു ഹാവ് ദ രജിസ്റ്റേഴ്സ് ഇൻ 8051, ഇൻറ്റേർണൽ മെമ്മറി, ടൈമേഴ്സ്, പോർട്ട് സ്ട്രക്ചേഴ്സ്, അഡ്രസ്സിംഗ് മോഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റാണ് പിന്നെ പറയുന്നത്. Now you also have module 3 programming and interfacing of 8051, in which you have simple programming examples in assembly language like addition, subtraction, multiplication, division, etc. അത് കഴിഞ്ഞ് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇൻ്റർഫേസിങ്. അതായത് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് മൈക്രോ കൺട്രോളറിലേക്ക് ഡംപ് ചെയ്യണം. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു എ ഡിവൈസ്, അല്ലേ? ഇപ്പോൾ ഒരു സ്റ്റെപ്പർ മോട്ടോറിലേക്ക് കണക്ട് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് ആ സ്റ്റെപ്പർ മോട്ടോർ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. Just like that, എല്ലാ ഇൻ്റർഫേസിങ് ആപ്ലിക്കേഷൻസ്, ഈവൻ നമ്മുടെ ഇൻ്റർഫേസ്, this interfacing of LCD ഡിസ്പ്ലേ, കീബോർഡ്, സ്റ്റെപ്പർ മോട്ടർ, ഇതെല്ലാം അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വിത്ത് ടൈം നമുക്ക് കോഴ്സ് ഈ ഒരു തിയറി പാർട്ടൊക്കെ കഴിയുമ്പം വി ഷാൽ ട്രൈ വിത്ത് ദിസ് ലാബ് എക്സ്പെരിമെൻറ്റ്സ്. പിന്നെയുള്ളത് മോഡ്യൂൾ 4 ഓപ്പൺ സോഴ്സ് എംബഡഡ് ഡെവലപ്മെൻറ്റ് ബോർഡ്സ്. അപ്പം കുറച്ചൊക്കെ ഒരു ഇലക്ട്രോണിക്
I mean ഈ embedded systems ഒക്കെ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഈ മോഡ്യൂൾ 4. യു വർക്ക് വിത്ത് നിങ്ങൾക്ക് ആർഡിനോ ബോർഡ്സിൽ ചെയ്യാൻ പറ്റും. That is all about familiarization of Arduino boards and the microcontroller that is used here. ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസും ഉണ്ട് അതിൻ്റെ, IoT based applications like solar tracker, പിന്നെ 7 segment LED display, tilt sensor, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസും അതിൽ പഠിക്കാനുണ്ട്. You can try 1 or 2 of them in the lab too. Arduino based ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ അതിൻ്റെ ഇതിന് Arduino based എന്തെങ്കിലും എംബഡഡ് ഡിസൈൻ എന്തെങ്കിലും എടുത്ത് നോക്കിയാൽ യു ക്യാൻ സീ വളരെ എളുപ്പമാണ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് യു ഹാവ് സോ മച്ച് ഓഫ് എക്സൈറ്റിംഗ് തിങ്സ് ഇൻ ദിസ് മോഡ്യൂൾ 4. പിന്നെ ഉള്ളത് മോഡ്യൂൾ 5 യു വിൽ ബി ലേണിംഗ് അബൌട്ട് ARM processors, ARM microcontrollers, their programmers model. അതൊക്കെ തിയറി പോലെ പഠിക്കാനുള്ളതേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് സോ മച്ച് പ്രോഗ്രാമിംഗ് ഹിയർ. ഇവിടെ നിങ്ങൾ തിയറി മാത്രം പഠിച്ചാൽ മതി, പ്രോഗ്രാമിംഗ് പാർട്ടില്ല. ഇനി പ്രോഗ്രാമിംഗ് വരുന്നത് എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സെമ്മിലാണ്. ബട്ട് സ്റ്റിൽ ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് കുറച്ച് പഠിച്ച് മനസ്സിലാക്കിയവർക്ക് പ്രോഗ്രാമിംഗ് വളരെ സിമ്പിളാണ്. And then you have Raspberry Pi modes, an introduction and brief description about all these Raspberry Pi board, and then the applications based on this Raspberry Pi board. Adum IoT based applications aanu. I have a few IoT based applications idinte okke njan YouTube il already upload ചെയ്തിട്ടുണ്ട് videos. You can just go through those applications. അതിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ടത്തെ മുഴുവൻ പഠിക്കണം എന്നല്ല, യു ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, ദാറ്റ് ഇസ് ഇറ്റ്. ഇപ്പോൾ റാസ്ബെറി പൈ കൂടുതലും പൈത്തണിലാണ് ചെയ്യുന്നത്, പൈത്തൺ പ്രോഗ്രാമിംഗ്. ആൻഡ് മേ ബി ദ മെക്കാനിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വെച്ച് മറ്റ് ബ്രാഞ്ചസിന് പൈത്തൺ അത്ര ഈസി അല്ല, അറിയില്ലായിരിക്കും. അത് പ്രോഗ്രാമിംഗ് പാർട്ട് ഇസ് നോട്ട് ദ മെയിൻ കൺസേൺ. നമുക്ക് പഠിക്കേണ്ടത് അതിൻ്റെ കോൺസെപ്റ്റാണ്, അതിൻ്റെ തിയറി പാർട്ടാണ്. Okay, though I have included the programming part also in those videos. So that's all about the 5 different modules of 805, of microcontrollers. So these are the main books that you can refer. The first module nu vendite computer architecture and organization from 8085 to Core to Duo and Beyond enna Shubhrata Ghoshalde book undu. You can get it from library. പിന്നെ ഉള്ളത് 8051 മൈക്രോകൺട്രോളർ ആൻഡ് എംബഡഡ് സിസ്റ്റം മസീദി. ഇതാണ് നമ്മുടെ 8051 പ്രോഗ്രാമിങ്ങിന് ഏറ്റവും വേണ്ടത്. നമ്മുടെ ഈ മസീദി എന്ന് പറഞ്ഞ ഈ ഒരു ബുക്കാണ്. യു ഹാവ് ഇനഫ് ആൻഡ് മോർ ഇൻ ദ ലൈബ്രറി ഓൾസോ. നിങ്ങൾ ഏത് ലൈബ്രറി പോയാലും കിട്ടും ഇഷ്ടം പോലെ മസീദിയുടെ ബുക്സ്. അപ്പോൾ ആൻഡ് യു ഓൾസോ ഹാവ് എ ഫ്യൂ റെഫറൻസ് ബുക്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 8051 മൈക്രോകൺട്രോളറിന് യു ക്യാൻ യൂസ് ദീസ് റെഫറൻസ് ബുക്ക് ഓൾസോ. ഉമാർ റാവുവിൻ്റെ റെഫറൻസ് ബുക്ക് ആർക്കിടെക്ചർ പ്രോഗ്രാമിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ബുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു ARM സിസ്റ്റം ഓൺ ചിപ്പ് ആർക്കിടെക്ചർ ആണ്. ദാറ്റ് ഇസ് ഓൾ ഇൻ ദ ബുക്ക് റിട്ടൺ ബൈ സ്റ്റീവ് ഫെർബർ, ARM സിസ്റ്റം ഓൺ ചിപ്പ് ആർക്കിടെക്ചർ. അപ്പം ഈ ബുക്ക് തന്നെയാണ് S5 മൈനർ എംബഡഡ് സിസ്റ്റത്തിലും നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഈ സെമ്മിൽ ഇത് നന്നായിട്ട് പഠിച്ചാൽ S5 മൈനറിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. നന്നായിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിച്ചു വെച്ചാൽ മതി. ഇൻ ദ സെൻസ് ARM പ്രോഗ്രാമേഴ്സ് പോർട്ടലൊക്കെ നല്ലപോലെ ഇപ്പോൾ തന്നെ പഠിച്ചാൽ നെക്സ്റ്റ് സെമ്മിൽ ഇത് നിങ്ങൾ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, ഈ ARM സിസ്റ്റം. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് you have to see when you take a textbook. So before winding up, എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, സിലബസ് മുഴുവൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി CT 282 KTU സിലബസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ S3 S4ൻ്റെ സിലബസ് മൊത്തം വരും. അതിനകത്ത് മൈനർ CT 282 എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. കൺട്രോൾ എഫ് അടിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിലബസ് മാത്രം കിട്ടും.
അപ്പോൾ സിലബസിലെ ബാക്കി ദ മെയിൻ തിങ് ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ്. ബാക്കി വരുന്നത് ലെക്ചർ ഷെഡ്യൂളാണ്. അതായത് ഓരോ ടോപ്പിക്കിന് എത്ര ലെക്ചേഴ്സ്, എത്ര അവേഴ്സ് ഓഫ് ലെക്ചർ വേണം എന്ന് പറയുന്നുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ആൻഡ് ഓൾസോ പിന്നെ ഉള്ളത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. യു ക്യാൻ ജസ്റ്റ് സീ ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാമിന് മുമ്പ് എന്തായാലും അത് നോക്കിയിരിക്കണം. ആൻഡ് ഐ ക്യാൻ ഓൾസോ അപ്ലോഡ് ഓർ സോൾവ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് മുമ്പ് ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് ഈസ് നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ഒരു സീനിയേഴ്സ് മാത്രമേ ഈ S4 മൈനർ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ എക്സാം എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് ഞാൻ ബിഫോർ ദി എക്സാം ഐ ക്യാൻ അപ്ലോഡ്. സോ താങ്ക് യു ഫോർ ലിസണിങ്.